67 പേജുള്ള റിപ്പോർട്ട് ഫൗണ്ട് ദാറ്റ് lapses in the quality of the body of the KSRTC bus. കേരളത്തിലെ കുഴികളുടെ ഇടയിൽ കൂടെ, റോഡെന്ന് പറയുമ്പോൾ കുളങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ ബ്ലോക്കും വെച്ച് നമ്മൾ ഓടിയാൽ എവിടെ എത്തും? നമ്മൾ പയ്യെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് തന്നെ നമ്മൾ പയ്യെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു. യാത്രക്കാർക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം, അതേപോലെ ഒരു 10-40 സ്പീഡേ കാണത്തുള്ളൂ. ഞാൻ അതാണ് പയ്യെ ഓടിച്ച് വരുമായിരുന്നു. ആളുകളൊക്കെ ഉണ്ടല്ലോ, അല്ലെ ഇറക്കി വന്ന് ഇങ്ങോട്ട് പയ്യെ വരുന്നതും കാണും ഒരു പെട്ടെന്ന് ഇടി. ഇതവൻ്റെ അഭിനയമാണെങ്കിൽ അവന് ഓസ്കാർ അല്ല, അതിൻ്റെ മുകളിലുള്ള എന്തെങ്കിലും കൊടുക്കണം. എല്ലാവർക്കും കണ്ണുകടിയുടെ മറ്റൊരു എക്സ്ട്രീം ലെവൽ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, ഇന്ന് വാർത്തകളിലൊക്കെ സജീവമായിട്ട് ഒരു വാർത്ത വന്നിരിക്കുകയാണ്. അത് വേറൊന്നുമില്ല, വടക്കാഞ്ചേരി ആക്സിഡൻറ്റ്. അതായത് അപ്പോഴാണ് ഈ ടൂറിസ്റ്റ് ബസ്സിൻ്റെ എല്ലാ പരിപാടിയും തുടങ്ങിയത്. അതായത് ടൂറിസ്റ്റ് ബസ്സിൻ്റെ അകത്തുള്ള സീറ്റ് വരെ അഴിക്കാൻ തുടങ്ങിയത് ഈ വടക്കാഞ്ചേരി ആക്സിഡൻറ്റ് മുതലാണ്. അന്ന് മുതൽ ടൂറിസ്റ്റ് ബസ് ഫീൽഡിലുള്ള എല്ലാവരെയും കൊലക്കുറ്റവും പീഡന കേസിലൊക്കെ പ്രതികളെ പോലെയാണ് നാട്ടുകാരും MPD മന്ത്രിമാരെല്ലാം കണ്ടുവരുന്നത്. അപ്പോൾ ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് വേറൊന്നുമില്ല, അന്ന് ടൂറിസ്റ്റ് ബസ്സിൽ ഉണ്ടായിരുന്നവർ ബ്ലെയിം ചെയ്തൊരു കാര്യമാണ്. ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പോയ KSRTC ബസ്, അതായത് പൊതു ബസ്, ആ ബസ് പെട്ടെന്ന് നടി റോഡിൽ കൊണ്ട് കുത്തിച്ചവിട്ടി. അപ്പോഴാണ് ബാക്കിൽ നിന്ന് അമിത വേഗത്തിൽ, നമ്മൾ സ്പീഡ് കുറച്ച് വന്നെന്ന് നമ്മൾ പറയുന്നില്ല, അമിത വേഗത്തിൽ വന്ന ടൂറിസ്റ്റ് ബസ് കൊണ്ടിടിച്ചത്. വന്ന ടൂറിസ്റ്റ് ബസ്സിലെ ഡ്രൈവറിനെ, ആ ടൂറിസ്റ്റ് ബസ്സിനൊന്ന് ശിക്ഷ കൊടുക്കേണ്ടത്. പക്ഷേ ആ ഒരു സംഭവത്തോടെ കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം ഇല്ലാതാക്കാനാണ് നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, സത്യം എന്ന് പറയുന്നത് ഏതൊരു ഇരുട്ടിൽ പോയി ഒളിച്ചാലും അത് സൂര്യ തേജസ്സോടെ ആ സത്യം തെളിഞ്ഞു വരും. അതിന്ന് വന്നു. നാറ്റ്പാക് എന്ന് പറയുന്ന ഏജൻസി, നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു ഏജൻസി, KSRTC ആണ് ഈ വടക്കാഞ്ചേരി ആക്സിഡൻറ്റിൽ ഏറ്റവും ഗുരുതരമായിട്ട് അപകടം ഉണ്ടാവാനുള്ള മെയിൻ കാരണം KSRTC ആണെന്നും KSRTCയുടെ ഗുണമേന്മയില്ലാത്ത ബോഡിയാണെന്നും കൃത്യമായിട്ട് ഈ വാർത്തയിൽ പറഞ്ഞത്. അത് നിങ്ങളിപ്പോൾ ഈ ഒരു ന്യൂസ് റിപ്പോർട്ടിൽ കാണുന്ന ഈ ഭാഗം 67 പേജുള്ള റിപ്പോർട്ട് ഫൗണ്ട് ദാറ്റ് lapses in the quality of the body of the KSRTC bus. It stated that the impact resistance capacity of the body structure and seat fixture of the tourist bus were very good quality compared to the KSRTC bus. അതായത് KSRTC ബസ്സിനെ അപേക്ഷിച്ച് ക്വാളിറ്റി കൂടി ഗുണമേന്മയുള്ളത് ടൂറിസ്റ്റ് ബസ്സിനായിരുന്നു എന്ന് ഒരു കേന്ദ്ര അല്ലെങ്കിൽ ഒരു ഏജൻസി, അതായത് ഈ നാഷണൽ ഏജൻസി തന്നെ ഇപ്പോൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ഏറ്റവും എളുപ്പത്തിൽ ഈ ഒരു വാർത്ത നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 100 കിലോമീറ്ററിൽ പോയിക്കൊണ്ടിരുന്ന വണ്ടി 50 മീറ്ററിലേക്ക് ആകണം എങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സഡൻ ബ്രേക്ക് ഇട്ടത് 4 ലൈനിലുള്ള 3-ാമത്തെ ലൈനിലായിരുന്നു, ഇടതുവശത്തെ ലൈനിലേക്ക് കയറിയില്ല. പകരം അവിടെ തന്നെ എവിടെയാണോ ആളെ കണ്ടത് അവിടെ അങ്ങ് ചവിട്ടി. ഒരു ട്രാഫിക് റൂൾസ് പോലും നോക്കാതെ, ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടാതെ, കൈവീശി കാണിക്കാതെ, രാത്രിയിലൊക്കെ കൈവീശി നമുക്ക് ഹാൻഡ് സിഗ്നലിൻ്റെ കാര്യം ഒഴിവാക്കാം, ഒരു ഇൻഡിക്കേറ്റർ ഇടാതെ ലെഫ്റ്റിലോട്ട് ഒന്നും ചെയ്യാതെ കുത്തിച്ചവിട്ടുന്നത് തൊട്ട് ബാക്കിൽ അതേ സ്പീഡിൽ ഫ്രണ്ടിൽ പോകുന്ന ആളുടെ കൂടെ പൊയ്ക്കൊണ്ടിരുന്ന വണ്ടി എന്ത് ചെയ്യും? വലതുവശത്തേക്ക് കയറാൻ ശ്രമിക്കും. വലതുവശത്തേക്ക് കയറുന്ന സമയത്ത് ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ വലതുവശത്ത്, ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ പിൻഭാഗത്തുള്ള വലതുവശത്ത് ഈ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഇടതുഭാഗം കൊണ്ട് ഇടിച്ചു. ഇതാണ് സംഭവിച്ചത്. ഈ ഒരു സംഭവം ടൂറിസ്റ്റ് ബസ്സിൽ ഉണ്ടായിരുന്നവർ എന്നെ ബ്ലെയിം ചെയ്തിട്ടുണ്ട്. ഈ സംഭവം നടന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, 3D വീഡിയോ. ടൂറിസ്റ്റ് ബസ് ഫീൽഡിൽ ഇങ്ങനെയും കഴിവുള്ളവരുണ്ടെന്ന് നമ്മൾ അന്ന് തെളിഞ്ഞ. പക്ഷേ ആ വീഡിയോ കണ്ടിട്ടും നാട്ടുകാരും MPD എല്ലാവരും കരിവാരി തേച്ചത് ടൂറിസ്റ്റ് ബസ്സുകാരാണ്. കണ്ടില്ല, ആ കുത്തിച്ചവിട്ടാണ് യഥാർത്ഥത്തിൽ അപകടത്തിനുള്ള കാരണം. അപകടത്തെ ഏറ്റവും ഭീമമായിട്ട്, അത് ഇത്രയും വലിയൊരു അപകടം നടക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ KSRTC ബസ് കുത്തിച്ചവിട്ടിയതാണ്. കാരണം കുത്തിച്ചവിട്ടാതെ കുറച്ച് ദൂരം ഓടിയിട്ടാണ് ഇടത്തോട്ട് തിരിഞ്ഞിരുന്നതെങ്കിൽ കൂടിയും ഇത്രയും അപകടം ഒഴിവാക്കാൻ പറ്റും. ഈ ഒരു സംഭവം നമ്മൾ ഈ ആക്സിഡന്റ് ഉണ്ടായപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പം നമ്മുടെ ഈ ഒരു നാട്ടുകാരും MPD മന്ത്രിമാരും എല്ലാവരും ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ ടൂറിസ്റ്റ് ബസ്സുകാരെ കൊലക്കേസിലെ പ്രതികളെ കാണുന്ന പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഒരു വടക്കാഞ്ചേരി അപകടത്തോടെ നമുക്കൊരു കാര്യം വ്യക്തമാണ്, ആ ഒരു ടൂറിസ്റ്റ് ബസ്സിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ട്.
ഇനി ആ KSRTC ബസ്സിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ട്. ഇവരെ അല്ലേ സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ആ ഒരു വ്യക്തികളെ മാത്രമല്ലേ അത് തെറ്റുകാരെന്ന് പറയുക. നമ്മളിവിടെ ചെയ്ത എന്താ, ഈ ലോകത്തുള്ള എല്ലാ ടൂറിസ്റ്റ് ബസ് വണ്ടികളെയും അങ്ങ് നിരത്തി പിടിച്ച് അതിൻ്റെ കളർ രൂപമാറ്റം സംഭവിപ്പിച്ചു. എന്തൊക്കെ തെറ്റ് കണ്ടുപിടിക്കാമോ അതൊക്കെ, ടയറിന് വലിപ്പം കൂടിപ്പോയെന്ന് വരെ പറഞ്ഞ കേസുകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതി ശരിയായില്ല. കാരണം ഒരു ടൂറിസ്റ്റ് ബസ്സിലുള്ള ഒരാൾ തെറ്റ് ചെയ്തെങ്കിൽ അത് എല്ലാ ടൂറിസ്റ്റ് ബസ്സുകാരും തെറ്റ് ചെയ്യണം എന്ന് ഒരു ഉറപ്പുമില്ല. നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്നവരുണ്ട്, നല്ല രീതിയിൽ വണ്ടിയെ കെയർ ചെയ്യുന്നവരുണ്ട്, നല്ല രീതിയിൽ വണ്ടി കൊണ്ടു നടക്കുന്നവരുണ്ട്, വണ്ടിയെ സ്നേഹിക്കുന്നവരുണ്ട്. ഈ വണ്ടിയെ സ്നേഹിക്കുന്നവരുടെ പ്രസ്ഥാനമാണ് ടൂറിസ്റ്റ് ബസ് പ്രസ്ഥാനം. അല്ലാതെ വണ്ടിയെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തെ ഇല്ലാതാക്കണം എന്ന് പറയുന്നവരുടെ പ്രസ്ഥാനം അല്ലേ ഈ ടൂറിസ്റ്റ് ബസ് പ്രസ്ഥാനം. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ടൂറിസ്റ്റ് ബസ്സുകൾ ഈ വല്ല ആണ്ടിലൊരുക്കിയൊക്കെയാണ് ഈ വണ്ടി ഇടിച്ചു എന്നുള്ള വാർത്തയൊക്കെ വരുന്നത്. വരുമ്പോൾ മാധ്യമങ്ങളൊക്കെ എടുത്ത് ആഘോഷം. എല്ലാ ദിവസവും KSRTC ഇടിക്കുന്നുണ്ട്. KSFന്റെ വണ്ടി ഇന്നലെ വേണത് അത് ഡിവൈഡറിന്റെ മുകളിൽ ഇരുന്ന് പോണുണ്ട്. അത് മാത്രമല്ല, ഇപ്പം മൂന്നാറിൽ ഇപ്പം ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ടൂറിസ്റ്റ് ബസ്സിൻ്റെയൊക്കെ ഓട്ടങ്ങൾ കുറഞ്ഞു. അതിൻ്റെ ഓട്ടങ്ങൾ KSRTC ഓടുന്നു. KSRTC ഓടുന്ന ഓട്ടങ്ങളിൽ 90 ഓട്ടങ്ങൾ പോയാൽ 89 ഓട്ടങ്ങളും ഇടിച്ച് വേറെ ഏതെങ്കിലും KSRTC ബസ് കയറ്റിയാണ് തിരിച്ചു വരുന്നത്. ഒരു ബസ് മാത്രം വഴിയിൽ കിടന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2018 മുതൽ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാവും ആ നഷ്ടങ്ങളെല്ലാം കൊണ്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ടൂറിസ്റ്റ് ബസ് പ്രസ്ഥാനമാണ്. നഷ്ടങ്ങൾ കൊണ്ട് അങ്ങനെ പോയിരുന്ന പ്രസ്ഥാനത്തിൻ്റെ വീണ്ടും നഷ്ടങ്ങൾക്കുമേ നഷ്ടങ്ങൾ വണ്ടി വേറെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട അവസ്ഥ വരെ കൊണ്ടെത്തിച്ചത് ഈ സംഭവത്തിന് എടുത്ത സർക്കാരിൻ്റെയും MPD സാറുകളെ കുറ്റം വേണ്ട കാര്യമില്ല. കാരണം സർക്കാർ പറയുന്നത് പോലെ സാറുമാർ കേൾക്കും. അപ്പോൾ അവരെടുത്ത ഒരു നടപടി അതാണ് ശരിയായില്ലെന്ന് പറയുന്നത്. കാരണം ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം ടൂറിസ്റ്റ് ബസ് ഫീൽഡിൽ ഇത്ര പിടിയില്ലാത്ത ആൾക്കാരുള്ളത് കൊണ്ടായിരിക്കും എല്ലാവരും കയറി മേയുന്നതും കൊലക്കുറ്റത്തിൻ്റെ മുകളിൽ കേസൊക്കെ ആരോപിക്കുന്നതും. ഒരു ഉദാഹരണം ചോദിച്ചോട്ടെ. അതായത് ഏതെങ്കിലും ഒരു തിയേറ്ററിൽ ഷോർട്ട് സർക്യൂട്ടായിട്ട് എവിടെയെങ്കിലുമൊക്കെ തീ പടർന്നു എന്നും പറഞ്ഞ് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും വെള്ള പെയിന്റ് അടിക്കണം, അപകടം നടക്കാതിരിക്കും വെള്ള പെയിന്റ് അടിക്കണം. എല്ലായിടത്തും ഇത്ര സ്പീക്കറേ 10 സ്പീക്കറേ പാടുള്ളൂ. ഇപ്പം 4 സ്ക്രീൻ ഉണ്ടെങ്കിൽ എല്ലായിടത്തും 2 സ്ക്രീൻ ആക്കണം, അല്ലെങ്കിൽ 1 സ്ക്രീൻ ആക്കണം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്തിനായിരിക്കും? തിയേറ്ററുകളുടെ ഉടമകളെന്ന് പറയുന്നത് നമ്മൾ ആ ടൂറിസ്റ്റ് ബസ് പ്രസ്ഥാനത്തിലുള്ള പോലെ കടം വാങ്ങിച്ചും അവിടെ നിന്ന് ഇവിടെ നിന്ന് വാങ്ങിച്ച് നിൽക്കുന്നവരല്ലല്ലോ, നല്ല ഹോട്ടുള്ളവരായിരിക്കും. കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അതോടെ മനസ്സിലാകും. അപ്പം ഈ സംഭവത്തിൽ സർക്കാർ എടുത്ത നടപടി ശരിയായില്ല, അതത്രയേ ഉള്ളൂ. ഒരുപാട് ട്രോൾ വന്നിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസം ഇല്ല, അദ്ദേഹം മറ്റുള്ളവർ പറയുന്നത് കേട്ടാണ്. പക്ഷെ ഇന്ന് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്. കാരണം അതിനേക്കാളും വിവരം കേട്ട മന്ത്രിമാർ വണ്ടി ഓടിക്കാൻ ലൈസൻസ് പോലും ഇല്ലാത്ത മന്ത്രി ഗതാഗത മന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഈ നാട്ടിൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും. പകൽ വണ്ടി ഓടിയ ഇടിക്കില്ല. കാരണം ഈ വണ്ടികളെല്ലാം ഇടിക്കുന്നത് രാത്രിയാണല്ലോ. പകൽ ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാവാറില്ല. രാത്രി 6 മണി തൊട്ട് 10 മണി വരെ ഈ നമ്മുടെ റോഡുകളിലെല്ലാം അപകടങ്ങൾ കൂടുതലാണ്. കാരണം പകലൊക്കെ ഉള്ള വണ്ടിയിൽ തനിയെ ഇടിക്കാതിരിക്കാനുള്ള സെൻസറൊക്കെ നമ്മുടെ കേരള സർക്കാർ ഫിറ്റ് ചെയ്ത് കൊടുക്കുമായിരിക്കും. അപ്പോൾ ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ ഒരു ഇന്ന് സത്യം പുറത്തു വന്നിട്ടുണ്ട് KSRTC കൊണ്ട് കുത്തിച്ചവിട്ടി. അപ്പോൾ ടൂറിസ്റ്റ് ബസ്സിൻ്റെ മേഖലയിൽ ബാക്കിയുള്ളവർക്കൊന്നും വേറെ കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് ഒക്കെ മാറ്റാൻ പറഞ്ഞു, വെള്ള പെയിന്റ് അടിക്കും, മുന്നോ അടിച്ച് 90,000 നഷ്ടം. ഓക്കെ, കല്ല് അതിൻ്റെക്കകത്തുള്ള സാധനങ്ങളൊക്കെ മാറ്റി. അപ്പോൾ അതൊന്നും വിഷയമില്ല. ഈ ഒരു ആക്സിഡൻ്റ് പേരിൽ രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ വണ്ടി ഓടാൻ പാടില്ല എന്ന് പറഞ്ഞു നിയമം വന്നു. ഇപ്പോൾ വണ്ടി ഓടുന്നില്ല. സ്പീഡ് ഗവർണറൊക്കെ എല്ലാ വണ്ടിയിലും വെച്ച് 60 കിലോമീറ്റർ സ്പീഡിലാണ് ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം ഇപ്പോൾ ഓടുന്നത്. ഇപ്പോൾ നമ്മൾ ടൂർ പാക്കേജസ് ആണ്. ഇപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഉള്ള പാക്കേജ് എല്ലാം ക്യാൻസലായിപ്പോയി. അപ്പോൾ അതിൻ്റെ വളരെ സന്തോഷത്തിലാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചോട്ടെ, ഇപ്പോഴും കുറച്ച് ട്രിപ്പുകൾ ഡേറ്റ് മാറ്റി വെച്ചാൽ അവർ നമ്മളോട് ചോദിക്കുന്ന സംശയമാണ്, ചേട്ടാ 60 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടിയിട്ട് ഒരു സ്റ്റേ ഇടണം. അപ്പോൾ 2 സ്റ്റേ ഇടേണ്ട അടുത്ത് 4 സ്റ്റേ ആണ് നമ്മളിപ്പോൾ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ നഷ്ടം നമ്മൾ വഹിക്കണം. കാരണം അവരുടെ അടുത്ത് പണ്ട് കാര്യമില്ല, നേരത്തെ എഴുതിയ ഓട്ടങ്ങളാണ്. ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടിയാൽ 60 കിലോമീറ്റർ സ്പീഡിൽ ഓടണം. ഈ ബ്ലോക്കിൻ്റെ ഇടയ്ക്ക് കേരളത്തിലെ കുഴികളുടെ ഇടയിൽ കൂടെ, റോഡെന്ന് പറയുമ്പോൾ കുളങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ ബ്ലോക്കും വെച്ച് നമ്മൾ ഓടിയാൽ എവിടെ എത്തും? രാവിലെ 6 മണിക്ക് എടുക്കുന്ന വണ്ടി വൈകുന്നേരം 10 മണിക്ക് എവിടെ? ഇപ്പോൾ മൂന്നാറിൽ നല്ല വേഗം മണി പോകും. സമയത്ത് എത്തുമെന്ന് എന്താണ് ഉറപ്പ്? എത്തിയില്ലെങ്കിൽ വഴിയിലിട്ടിട്ട് എവിടെ കാണുന്നു അവിടെ കിടന്ന് ഉറങ്ങും. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥ. അപ്പോൾ മറ്റേ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് ബൈ.